How to gain weight fast with these 10 steps. നിങ്ങൾ ആംസ് ഇപ്പോൾ മെലിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഷോൾഡർ നല്ല മെലിഞ്ഞിട്ടാണെങ്കിലും ചെസ്റ്റ് ഇപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിലും ഇപ്പോൾ ഷർട്ട് ഊരിയ എക്സ്റേ പോലെ കാണാമെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നതല്ല. നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓക്കെ. ഇല്ല നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങളുടെ മുഴുവൻ ഡൗട്ട് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് തീർക്കും. എന്തൊക്കെയാണ് ഈ 10 സ്റ്റെപ്സ്? ഇതെങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം? ഇതിന്റെ പിന്നിലെ സയൻസ് എന്താണ്? ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. ഞാനും ഇങ്ങനത്തെ ബുള്ളീസ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ദേ ഇങ്ങനെ ഇരുന്നപ്പോൾ. നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ജേർണി 100% വിജയത്തോടെ പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ ഈ 10 സ്റ്റെപ്പ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങളെ കൊണ്ട് അത് പറ്റൂ. നിങ്ങളിപ്പോൾ ഹോം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിലും, നിങ്ങൾ ഒരു ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിലും, നിങ്ങളൊരു ഗേൾ ആണെങ്കിലും, നിങ്ങളൊരു ബോയ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ 10 സ്റ്റെപ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് ആണ്. നിങ്ങളിപ്പോൾ മെലിഞ്ഞിരുന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കുമ്പോൾ നിങ്ങൾ വീട്ടിലൊന്ന് ഇൻസ്റ്റ എടുത്ത് മോട്ടിവേഷൻ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യൂല. അതിന് വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ബൾക്കിംഗ്? നിങ്ങൾക്ക് എനർജി വരുന്നത് നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്. ഓരോ പേഴ്സണും ഡിഫറെന്റ് ആയിട്ട് അവരുടെ കലോറി ബേണിങ്സും അവരുടെ മെറ്റാബോളിസം അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ മെയിൻറ്റെയിൻസ് കലോറി ആയിരിക്കും. നിങ്ങളിപ്പോൾ കുറെ സ്റ്റെപ്പ് കയറുമ്പോൾ തളർന്നു പോകും, ഇല്ലെങ്കിൽ വൈകിട്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ക്ഷീണം വരും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻസ് ചെയ്യാനുള്ള ഫുഡ് പോലും നിങ്ങൾ കഴിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഈ എനർജിയുടെ SI യൂണിറ്റ് ആണ് ഈ കലോറീസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മെയിൻറ്റെയിൻസിന് ആവശ്യമുള്ള ഫുഡിനേക്കാളും കൂടുതൽ ഫുഡ് നമ്മൾ കഴിക്കണം. നമ്മളിപ്പോൾ മെയിൻറ്റെയിൻസ് കലോറിയേക്കാളും കൂടുതൽ കലോറി കഴിക്കാൻ നേരത്ത് നമ്മുടെ ബോഡി കലോറി സർപ്ലസ് എന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. ഇങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഈ അധിക ഫുഡ് എല്ലാം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് TV കണ്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ഇതുപോലെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ റെസിസ്റ്റന്റ് ട്രെയിനിങ് കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി ടോൺ ആയിട്ട് അവിടെ കട്ടായിട്ട് ആവും. ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ആരായിരുന്നാലും നമ്മുടെ ബോഡിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിൽ രണ്ടാമത്താണ് സെറ്റ് യുവർ ടാർഗറ്റ് വെയിറ്റ്. ഈ വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നുള്ള ഒരു ഏകദേശം 3 കാറ്റഗറിയിലുണ്ട്. അതിൽ ഒന്നാമത്താണ് ടു സ്കിന്നി, മസിലും കാണൂല ഫാറ്റും കാണൂല. രണ്ടാമത്താണ് സ്കിന്നി, ഇതിൽ കുറച്ച് മസിലും കാണും കുറച്ച് ഫാറ്റും കാണും. മൂന്നാമത്താണ് സ്കിന്നി ഫാറ്റ്. ഈ സ്കിന്നി ഫാറ്റ് ഉള്ളവർക്ക് ആംസും ചെസ്റ്റും എല്ലാം ചെറുതായിരിക്കും, പക്ഷെ വയറ് നല്ലപോലെ കാണും. ഇതിനെയാണ് സ്കിന്നി ഫാറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ മൊത്തം 3 കാറ്റഗറി. ഇവരുടെ വീക്കിലി ടാർഗറ്റ് വെയിറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം. ഇപ്പൊ ടു സ്കിന്നി ആയിട്ടുള്ള ഒരാൾക്ക് മാസത്തിൽ അയാളുടെ ബോഡി വെയിറ്റിന്റെ 5% ഇൻക്രീസ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇയാൾ 50 കിലോ ഉണ്ടെങ്കിൽ 50ന്റെ 5% 2.5 ഒരു മാസത്തിൽ കയറ്റാം. ഇപ്പൊ മാസത്തിൽ 2.5 കിലോ ആണെങ്കിൽ പെർ വീക്ക് 600 ഗ്രാമെങ്കിലും വെയിറ്റ് കയറ്റിയിരിക്കണം. ഇപ്പൊ സ്കിന്നി ആണെങ്കിൽ മാസത്തിൽ 2.5% വെയിറ്റ് കയറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഈ സ്കിന്നിയുടെയും ടു സ്കിന്നിയുടെയും വ്യത്യാസം മനസ്സിലായിട്ടില്ലെങ്കിൽ, സ്കിന്നി എന്ന് പറയുമ്പോൾ ഒട്ടും മസിലും കാണൂല ഫാറ്റും കാണൂല. പക്ഷെ സ്കിന്നി എന്ന് പറയുമ്പോൾ കുറച്ച് മസിലും കുറച്ച് ഫാറ്റും. ഇപ്പൊ ഈ സ്കിന്നി ഫാറ്റും ആയിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് കൂടുതലും ഫാറ്റ് കയറാണ്ട് വെയിറ്റ് ഗെയിൻ ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ മാസത്തിൽ അയാളുടെ ടാർഗറ്റ് 1.25% ആയിരിക്കണം. ഇപ്പൊ ഇയാളുടെ വെയിറ്റ് ഒരു 75 കിലോ ആണെങ്കിൽ മാസത്തിൽ ബോഡി വെയിറ്റ് ഇൻറ്റു 1.25 വെച്ച് 1 കിലോ ഒരു മാസത്തിൽ കയറ്റണം. എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ 250 ഗ്രാം വെച്ച് ബൾക്ക് ചെയ്യണം. ആദ്യം ഇതിൽ ഏതാണ് നിങ്ങളുടെ ബോഡി ടൈപ്പ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനനുസരിച്ചുള്ള ടാർഗറ്റ് നിങ്ങൾ മന്ത്ലി സെറ്റ് ചെയ്യണം. നിങ്ങളിത് ഒരാഴ്ചത്തേക്ക് വേണ്ടി നിങ്ങൾ ഇത് സെറ്റ് ചെയ്യാണ്ട് നിങ്ങളിപ്പോൾ 90 ദിവസമാണ് ഈ ചലഞ്ച് എടുക്കുന്നതെങ്കിലും ഒരു 120 ദിവസത്തേക്ക് വേണ്ടിയാണ് ചെയ്യണമെങ്കിലും അത്രയും ആഴ്ചത്തേക്കുള്ള നിങ്ങളെ ടാർഗറ്റ് വെയിറ്റ് ബുക്കിലോ അല്ലെങ്കിൽ ഫോണിലോ നോട്ട് ചെയ്ത് വയ്ക്കും. സ്റ്റെപ്പ് നമ്പർ 3, ഫൈൻഡ് യുവർ കലോറീസ്. ഇപ്പോൾ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് എത്ര വെയിറ്റ് കയറ്റണം എന്നുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു ദിവസം എത്ര കലോറി ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് നമ്മുടെ മെയിൻറ്റെയിൻസ് കലോറി നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ബോഡി വെയിറ്റ് ഇൻറ്റു 2.2 ഇൻറ്റു 40 എടുക്കണം. ഇപ്പം സ്കിന്നി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ ഒരു 50 കിലോ ഉള്ള ഒരാളാണെങ്കിൽ ബോഡി വെയിറ്റ് ഇൻറ്റു 2.2 ഇൻറ്റു 14 എന്ന് പറയുമ്പോൾ 1540 കലോറി വരും. നിങ്ങളിപ്പോൾ ഈ മെയിൻറ്റെയിൻസ് കലോറിയിൽ നിന്ന് 600 കലോറി കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 600 ഗ്രാം ഇൻക്രീസ് ചെയ്യും. എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മെയിൻറ്റെയിൻസ് കലോറിയായ 1540 കലോറി സർപ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട് 600 കലോറിയും കൂട്ടും. 2140 കലോറി നിങ്ങൾ കഴിക്കണം. ബാക്കി രണ്ടുപേരുടെയും കാൽക്കുലേഷൻ ഞാൻ ചെയ്യില്ല, അത് നിങ്ങൾ ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 4, ഫൈൻഡ് യുവർ മാക്രോസ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാക്രോ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അതിന് നിങ്ങളുടെ ടോട്ടൽ കലോറിയും പിന്നെ അതിൽ ചൂസ് യുവർ ഡയറ്റ് ടൈപ്പ് എന്ന് കാണും. അതിൽ നിങ്ങൾ ഹൈ കാർബ് ഡയറ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രോട്ടീൻ എത്ര കഴിക്കണം, കാർബ് എത്ര കഴിക്കണം, ഫാറ്റ് എത്ര ഗ്രാം കഴിക്കണം എന്നുള്ളത് അതിൽ വരും. നിങ്ങൾ എപ്പോഴും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ കാർബ് ഡയറ്റ് ആയിരിക്കും. ഇതിനുശേഷം മൈ ഫിറ്റ്നസ് പാൽ എന്ന ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഫുഡ് എല്ലാം അതിൽ എൻട്രി ചെയ്ത് നിങ്ങളുടെ
ടാർഗറ്റ് കലോറി ഹിറ്റ് ചെയ്യണം. അടുത്ത അഞ്ചാമത്തെയാണ് സെലക്ട് റൈറ്റ് ഫുഡ് സോഴ്സ്. ഇപ്പൊ നിങ്ങൾ പ്രോട്ടീൻ എത്ര കഴിക്കണം, ഫാറ്റ് എത്ര കഴിക്കണം, കാർബ് എത്ര കഴിക്കണം എന്നറിയാം. ഈ 3 കോമ്പോണൻസിനും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഫുഡ് സോഴ്സിൽ നിന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ പ്രോട്ടീൻ ആണെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ്, ഹോൾ എഗ്, എഗ് വൈറ്റ്, പനീർ, വേ പ്രോട്ടീൻ. പിന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം, ബ്രെഡ്, ബനാന. അടുത്താണ് ഗുഡ് ഫാറ്റ് വരുന്നത്, നട്ട്സ്, എഗ് യോക്സ്, പീനട്ട് ബട്ടർ, പനീർ, ഫിഷ്, ഇങ്ങനെയൊക്കെയുള്ള സാധനം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എടുത്തതിന് ശേഷം ഒരു ഫുഡ് സ്കെയിൽ ഉപയോഗിച്ച് അതിന്റെ അളവ് നോക്കിയിട്ട് മൈ ഫിറ്റ്നസ് പാലിൽ കൊടുത്ത് നിങ്ങളുടെ ടാർഗറ്റ് കലോറി ഹിറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് നമ്പർ 6 ആണ് 50% ഡയറ്റും 50% റെസിസ്റ്റന്റ് ട്രെയിനിങ്. അതിപ്പോ നിങ്ങൾ ഒരു ഹോം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളായിരുന്നാലും ജിമ്മിൽ പോകുന്ന ഒരാളായിരുന്നാലും റെസിസ്റ്റന്റ് ട്രെയിനിങ് എടുത്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു നല്ല ഫിസിക്കൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസിസ്റ്റന്റ് ട്രെയിനിങ് ചെയ്തിരിക്കണം. അടുത്താണ് ട്രാക്ക് യുവർ പ്രോഗ്രസ്. നിങ്ങൾ ഇതുവരെയുള്ള ടിപ്സ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ഇത് ചെയ്യാണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രസിനെ നിങ്ങൾ 3 രീതിയിൽ ഫോളോ ചെയ്യണം. ഒന്നാമതാണ് നിങ്ങളുടെ ബോഡി വെയിറ്റ്. എന്നും രാവിലെ നിങ്ങളുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് എടുക്കുക. അത് ആഴ്ചയിൽ 7 ദിവസം എടുത്തിട്ട് അതിന്റെ ശരാശരി എടുക്കുക. രണ്ടാമത്താണ് ഫോട്ടോസ്. ഒരേ ലൈറ്റിംഗിൽ ഒരേ ആംഗിളിൽ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ഫോട്ടോ എടുക്കണം. മൂന്നാമത്താണ് നിങ്ങളുടെ ഇഞ്ച് മെഷർമെന്റ്. നിങ്ങളുടെ ലാറ്റ്സ്, നിങ്ങളുടെ ആംസ്, നിങ്ങളുടെ ചെസ്റ്റ്, ഇതെല്ലാം ഒരു ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മോട്ടിവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യുന്നത് നന്നായിരിക്കും. എട്ടാമത്താണ് അഡ്ജസ്റ്റ് ബേസ്ഡ് ഓൺ യുവർ റിസൾട്ട്. നിങ്ങൾക്കിപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ വീക്ക്ലി ടാർഗറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളെ കലോറി ഇൻടേക്ക്. അത് വേണമെങ്കിൽ ഒരു 200 ഗ്രാം വെച്ച് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം. രണ്ടാമത്തേതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്ത് നിങ്ങളുടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ മസിൽസ് വളരുള്ളൂ. 9ാമത്താണ് നെവർ ക്വിറ്റ്. ചിലപ്പോൾ ഒരു 3 മാസമൊക്കെ കൊണ്ട് നിങ്ങൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യും. അത് കാഴ്ചയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ചിലപ്പോൾ എല്ലാവരും ഈ ഒരു ടൈമിലാണ് ജിമ്മിലൊക്കെ പോയിട്ട് ക്വിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ വെച്ച് ക്വിറ്റ് ചെയ്യാണ്ട് ഈ ജേണി തുടരുക. 3-4 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ബോഡി ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം നിങ്ങൾക്ക് കാണാം. 10ാമത്താണ് ഫ്രീ ഡയറ്റ് പ്ലാൻ. അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരുന്നത്.